നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലായിരിക്കാൻ, സഭയായി നമുക്കൊരുമിച്ച് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് നാം എന്താഗ്രഹിച്ചു വന്നോ അത് പ്രാപിച്ചു മടങ്ങുവാൻ തക്കവണ്ണം സ്വർഗമേ നീ എന്നോട് ഇടപെടണമേ എന്ന് നമ്മുടെ കർത്താവിനോട് നമുക്ക് പറയാം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെയും ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ആവശ്യം എന്തെന്ന് അവനോട് പറയുന്നു എങ്കിൽ, നിന്റെ അവസ്ഥ എന്താണ് എന്ന് അവനോട് പറയുന്നുവെങ്കിൽ, നീ വിശ്വാസത്തോടെ അവനോട് ഒന്ന് സംസാരിക്കുന്നു എങ്കിൽ ഇന്നത് വിടുതലായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പൂർണ്ണ വിടുതലായി അനുഭവിപ്പാൻ ഈ നല്ല കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി പൂർണ്ണമായി അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് ഇവിടെ നിന്ന് ഉയരുന്ന എല്ലാ ശബ്ദവും ഹല്ലേലൂയ, അത് സ്വർഗം സന്തോഷിക്കുന്ന അവസ്ഥയായി തീരുവാൻ, സ്വർഗത്തിൽ നിന്നും ഹല്ലേലൂയ ഒരു കരം ഇറങ്ങി വരുവാൻ, ഒരു വലിയ മഴയുടെ അനുഭവം കർത്താവ് ഒരുക്കി തരേണ്ടതിന്, ഒരു വലിയ ഉല്ലാസത്തിൻ്റെ അനുഭവം കർത്താവ് ഒരുക്കി തരേണ്ടതിന് കർത്താവേ എന്നെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം കർത്താവേ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഉഷഗനാഥനീരവശംവദനഗടക്കാനഗാധനഗടകി ഉഷരദനഗടക്കാനാരബാലവശംബേദുഖനബൗഡാരബാലബ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പാടുവാൻ നീ അടികളെ ബലപ്പെടുത്തണമേ. ലീഡ് ചെയ്യുന്നതിന് മക്കളെ നീ ശക്തീകരിക്കണമേ കർത്താവേ എന്ന് ഒരു പുതിയ അഭിഷേകം കർത്താവ് ഒരുക്കി തരണമേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ ജനത്തിന്മേൽ ഒരു വലിയ വ്യത്യാസം, ഒരു വലിയ വ്യത്യാസം കർത്താവേ ഒരുക്കണമേ. ആബാരക ഉദ്ധാരദനവ ശിഖാരദലഗടക്കാനക അടനേതലവശംബാരബലവശബനാര ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വരുന്ന എല്ലാവരും ഇന്ന് പുതിയ ഒരു അനുഭവം പ്രാപിക്കുവാൻ നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എൻ്റെ കുറവ് ഹല്ലേലൂയ, നിന്റെ ജനത്തിന് വിടുതൽ തടസ്സമാക്കല്ലേ കർത്താവേ എന്ന് ഇന്ന് ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്തൃമേശ ശുശ്രൂഷ നമ്മുടെ മധ്യേ ഉണ്ടല്ലോ, അതിന്മേലും ഭാഗവാക്കാകുവാൻ നിന്റെ ജനത്തെ കർത്താവേ നീ ബലപ്പെടുത്തണമേ. ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തണമേ കർത്താവേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് ലഭിക്കുന്ന ദൈവിക ആലോചനകളൊക്കെയും ഹല്ലേലൂയ കർത്താവേ, അത് എന്നോട് ഇടപെടുന്ന അനുഭവമാക്കി തീർക്കണമേ, എന്നോട് സംസാരിക്കുന്ന അനുഭവമാക്കി തീർക്കണമേ, എൻ്റെ വിഷയങ്ങളുടെ മേൽ അത് വിടുതലാക്കി തീർക്കണമേ കർത്താവേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശുശ്രൂഷിക്കുന്ന ഹല്ലേലൂയ മക്കളെ കർത്താവേ, ഒരു പുതിയ അഭിഷേകത്തിൽ അവിടുന്ന് നിർത്തണമേ എന്ന് ദൈവിക ആലോചന ലഭിക്കുവാൻ മാനുഷികമായ നല്ല കർത്താവേ അങ്ങിൽ നിന്നും പ്രാപിച്ച കർത്താവേ ഹല്ലേലൂയ അടിയങ്ങൾക്ക് ലഭിപ്പാൻ കർത്താവേ നീ സഹായിക്കുമാറാക്കണമേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല ദിവസത്തിനായി അടികളങ്ങേ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസവും നീ എനിക്ക് ദാനമായി തന്നതിനായി അടികളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ നീ അടികളെ ക്ഷേമമായി സൂക്ഷിച്ചല്ലോ. ആയിരുന്ന ഇടങ്ങളിൽ അടികളുടെ കർത്താവേ അവസ്ഥകളുടെ മേലെല്ലാം സ്വർഗത്തിൻ്റെ കരം കൂടെ ഇരുന്നതോർത്ത് അടികളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആ കരമടികളെ താങ്ങിയതിനായി ഹല്ലേലൂയ. നിന്റെ കാൽ കല്ലിൽ തട്ടുവാൻ അനുവദിക്കാത്ത കർത്താവിൻ്റെ കരങ്ങളിൽ പിന്നെയും സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കാം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയുടെ മേൽ വലിയ സാന്നിധ്യം ഇറങ്ങി വരണമേ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ ജനം അത് അനുഭവിക്കുവാൻ, ഹല്ലേലൂയ, അത് പ്രാപിക്കുവാൻ, അത് അവരുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ, ഒരു പുതിയ അനുഭവമായി തീരുവാൻ, ഒരു പുതിയ തീരുമാനത്തിന് കാരണമായി തീരുവാൻ സ്വർഗം ഇടപെടുമാറാകണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കടന്നു വരുവാനുള്ളവരെ ഏൽപ്പിക്കുന്നു കർത്താവേ. നിന്റെ ജനം എത്രയും വേഗം കടന്നു വന്ന് അടിയങ്ങൾക്ക് ഒരുമിച്ച് ഈ സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കുമാറാക്കണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്നും കർത്താവേ അടിയങ്ങൾക്ക് ഒരു പുതിയ ആത്മാവിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരുത്തണമേ. ഓ ഹല്ലേലൂയ. ഒരു പുതിയ അനുഭവം കർത്താവേ നൽകി കർത്താവേ നീ പരിപാലിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന് വെറുതെ പോകുന്നവരല്ല കർത്താവേ. ഹല്ലേലൂയ. അങ്ങിൽ നിന്നും പ്രാപിച്ചുകൊണ്ട് ഒരു സ്ഥിരതയുള്ളവരായി നിൽക്കുന്ന നിന്റെ ജനത്തെ നീ കൂട്ടിവരുത്തുമാറാകണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ വലിയ കാര്യത്തിലേക്ക് ഏൽപ്പിക്കുകയാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്നു കർത്താവേ. കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. തുടക്കം മുതൽ അവസാനം വരെ വലിയ അനുഭവത്തെ കർത്താവ് ഒരുക്കി തരണം. കടന്നു വന്നതുപോലെയല്ല കർത്താവേ, അധികം പ്രാപിച്ചു മടങ്ങുവാൻ, പുതിയ അനുഭവത്തിൽ മടങ്ങുവാൻ, സന്തോഷത്തോടെ മടങ്ങുവാൻ, നിറഞ്ഞ അനുഭവത്തിൽ മടങ്ങുവാൻ നിന്റെ മക്കളെ നീടയാക്കുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവിടയാക്കിയ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആരാധനയുടെ നടുവിൽ ദൈവ സാന്നിധ്യത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാമല്ലോ. എല്ലാ കണ്ണുകളും ദൈവാത്മാവിൽ ഒരു നിമിഷം അടയ്ക്കാമോ? എല്ലാവരും അതരങ്ങളെ തുറന്ന് അല്പസമയങ്ങൾ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? എല്ലാ അതരങ്ങളെ തുറന്നാട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാൻ പോകുകയാണ്. മുഴുവൻ മഹത്വവും നമ്മുടെ യേശുവിനെ നമ്മൾ ഒരുമിച്ച് അർപ്പിക്കാൻ പോകുന്ന സമയങ്ങളാണ്. എല്ലാവരും അതിരങ്ങളെ തുറന്നാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ പകലിൽ നമ്മുടെ ആലയത്തിൻ്റെ നടുവിലേക്ക് ദൈവാത്മാവ് അയക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഓരോ ഹൃദയങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി ചലിക്കേണ്ടതിനായി, ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് തൊടേണ്ടതിനായി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഈ ആരാധന കഴിഞ്ഞ് ഞാൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച് മടങ്ങിപ്പോകണമെന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 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 ആരാധിച്ചില്ലെങ്കിലും ഈ പകലിൽ ഞാൻ ദൈവത്തെ ശക്തമായി ആരാധിക്കോ. ആര് ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും, അടുത്തിരിക്കുന്ന ആരും ആരാധിച്ചില്ലെങ്കിലും ഈ പകലിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലാൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവാത്മാവിൽ ഒന്ന് വിട്ടുകൊടുത്ത് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് സ്തുതിക്കുവാൻ കഴിവുള്ളവർ അല്പസമയങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹോ റബ ശബ്ദരി റിഗൽ ഖമന ധിയാ റബ ശബ്ദരി റിധര റഗൽ ഖമനിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ മഹത്വത്തിന്റെ തേജസ്സിലേക്ക് ഈ പകലിൽ ഒന്ന് കടക്കുവാൻ താല്പര്യമുള്ള ദൈവജനോ ഒരുമിച്ച് അല്പസമയങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 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 യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. കോടാനു കോടി ദൂതന്മാർ ചേർന്ന് യേശുവിനെ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, അവൻ പരിശുദ്ധനെന്ന് ആർത്ത് പാടുമ്പോൾ ഈ പകലിൽ വിശുദ്ധ ജനമായി ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. എല്ലാവരും മന്ദിരങ്ങളെ തുറന്ന് അല്പസമയങ്ങൾ കൂടി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 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 ഈ തുടക്ക സമയം മുതൽ തന്നെ ഒരു അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഒരു മാറാത്ത മിത്രമായിട്ട് യേശുവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ എപ്പോഴുമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. നമ്മൾ ഒരുമിച്ച് പാട്ടുകളിലൂടെ കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ദയവായി അടച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ. പടമോ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോളറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതന ഉടയവനേ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ, കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും, മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ, കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും, മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും. യേശു
ചേർന്ന് പാടിയാമോ? യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. ഹല്ലേലൂയ. മറ്റാരെക്കാളും നമ്മെ സ്നേഹിക്കുന്ന ആ യേശുവിന്റെ മഹാസാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ കൂടെയുണ്ട്. മറ്റാരെക്കാളും നമ്മെ മനസ്സിലാക്കുന്ന ആ ദൈവിക സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പകലിൽ എത്ര പേർക്ക് നമ്മുടെ യേശുവിനെ ആരാധിക്കാൻ കഴിയും? ഹൃദയം തകരുമ്പോ, വളരെ വേദനിക്കുമ്പോ നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ആ വലിയ സാന്നിധ്യത്തെ ഓർത്ത് നന്ദിയോടെ അല്പസമയങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എന്തിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിടും. മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിടും. യേശുവേ മാറാത്ത മിത്രമേ. ശബ്ദമുയർത്തി, എല്ലാ ശബ്ദമുയർത്തിയേ. ഹല്ലേലൂയ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. ഞാനൊരു ഭാഗം മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാനൊരു ഭാഗം മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോളറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനാം ഉടയവനേ. ഉള്ളതുപോളറിഞ്ഞിടും ഉള്ളതുപോളറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനാം ഉടയവനേ. യേശുവേ യേശുവേ. ശബ്ദമുയർത്തി. നീ മാത്രം എൻ ദൈവമേ.
യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസ്സിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസ്സിയായി. കഴിവല്ല, ഓ കഴിവല്ല, നിൻ കൃപയാണ്. ബലമല്ല, നിൻ ദയയാണ്. കഴിവല്ല, നിൻ കൃപയാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. കഴിവല്ല, കഴിവല്ല, നിൻ കൃപയാണ്. ഓ ബലമല്ല, നിൻ ദയയാണ്. കരമുയർത്തി. ഓ കഴിവല്ല, നിൻ കൃപയാണ്. ശബ്ദമുയരട്ടെ. ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞേ, കഴിവല്ല, കഴിവല്ല, നിൻ കൃപയാണ്. ഓ ബലം. യേശുവേ, 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 ഉയർത്തെ ഉയരാണി. ഓ യേശുവേ, മാറാത്തമിത്രമേ. ഓ യേശുവേ, 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 മാറാത്തമിത്രമേ. യേശുവേ, ഓ ആരാധന യേശുവുക്കേ. ആരാധന യേശുവുക്കേ. ആരാധന യേശുവുക്കേ. ആരാധന യേശുവുക്കേ. நீர் சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. நீர் சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்று பிடிப்பேன், என் அன்பு இயேசுவே. ஓ ஆராதனை இயேசுவுக்கே. ஆராதனை இயேசுவுக்கே. ஓ ஆராதனை இயேசுவுக்கே. ஆராதனை இயேசுவுக்கே. ശബ്ദമുയർത്തി ആരാധന. ഓ ആരാധന യേശുവുക്കേ. ആരാധന യേശുവുക്കേ. ഒരിക്കൽ കൂടി ആരാധന. ആരാധന യേശുവുക്കേ. ആരാധന യേശുവുക്കേ. കടലിൻ മീതെ നടന്നിട്ട ഉന്നത പാദങ്ങൾ எனக்கு முன்பே செல்வதா எனக்கில்லை கவலை. காற்றையும் கடலையும் அடக்கிய உன் அற்புத வார்த்தைகள் எந்த துணையாய் நிற்பதா எனக்கு எதை கவலை. காற்றின் மீதே நடந்திட்ட உன் அற்புத பாதங்கள் எனக்கு முன்பே செல்வதா எனக்கு எதை கவலை. காற்றை கடலில் அடக்கிய உன் அற்புத வார்த்தைகள் எந்த துணையாய் நிற்பதா எனக்கு எதை கவலை. ஓ ஆராதனை இயேசுவுக்கே. ஓ ஆராதனை இயேசுவுக்கே. ஓ சபையுத்தி. ஆராதனை இயேசுவுக்கே. പറ്റുമെങ്കിൽ രണ്ട് കരവും ഉയർത്തി പറയാമോ? ആരാധന
യേശുവുക്കേ ആരാധന യേശുവുക്കേ ആരാധന യേശുവുക്കേ ആരാധന യേശുവുക്കേ ആരാധന യേശുവുക്കേ പാതയെല്ലാം അന്ധകാരം സൂഴ്ന്നു കൊണ്ടാലും പാதை കാട്ട് നേസറുണ്ട് ഭയമേയില്ലയേ തുടർന്ന് വന്ന് സൂഴ്ന്നു കൊണ്ടാലും പാதை കാക്കെ കാട്ടറുണ്ട് ഭയമേയില്ലയേ പാതയെല്ലാം അന്ധകാരം സൂഴ്ന്നു കൊണ്ടാലും പാதை കാട്ടും നേസറുണ്ട് ഭയമേയില്ലയേ പരവൻ സൈന്യം തുടർന്ന് വന്ന് സൂഴ്ന്നു കൊണ്ടാലും പാதை കാക്കെ കാട്ടറുണ്ട് ഭയമേയില്ലയേ ആരാധന എല്ലാവരും ശബ്ദമുയർത്തി ഹല്ലേലൂയ ആരാധന യേശുവേ ആരാധന എത്രത്തോളം ശബ്ദമുയർത്താമോ അത്രത്തോളം ശബ്ദമുയർത്തി ആരാധന ഹല്ലേലൂയ ആരാധന യേശുവിന് ആരാധന ഹല്ലേലൂയ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ രമണമ ശബ്ദരേ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ഒരിക്കൽ കൂടി ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണ് സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളി നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ് അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ
ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായിരുന്നു. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായിരുന്നു. കാഹള ശബ്ദങ്ങൾ കേട്ടിടാം നേരമാ, കഷ്ടങ്ങൾ ജയം പ്രിയനെ കാണാനായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാം നേരമാ, കഷ്ടങ്ങൾ ജയം പ്രിയനെ കാണാനായി. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവി ശബ്ദമുയർത്തി കർമ്മണിച്ച് ഓ ചുടവലവലവ ശബനം തേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും സുനായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. അന്യഭാഷയോട് ചുടവനവനവ ശമനം തേരവനാരകനെ ധീരവനം തേരകനാരകനെ ധീരവനം തേ. ചുടവനവ ശകനെ രകന ചുടവനവനവ ശമനം തേരകനാരകന ചുടവനവ ശകനാരകനം ധീരവനം തേ. ഹല്ലേലൂയ. ചുടവ ശമനം തേരകനാരകനം ചുടവനവനം തേരവ ശമനം തേരകന ചുടവനവനവ ശമനം തേരകനാരകനം ധീരവനം തേ. ചുടവനവനവ ശമനം തേരകനാരകനം ചുടവനവനവ ശമനം തേരകനാരകനം ധീരവനം തേ. അന്യഭാഷയോടെ അല്പസമയങ്ങൾ കർത്താവിനെ ആരാധിച്ചാണ്. ചുടവനവ ശമനം തേരകനാരീവനവ ശബ്ദാന ചുടവനവനവ ശകനം തേരകന ചുടവനവനവ ശക്തേരീവനവ ശബ്ദാനവനം തേ. ചുടവനവനവ ശകനം തേരകനാരകനം ധീരവനം തേ. ഹല്ലേലൂയ. ചുടവനവനം തേ. ചുടവനവനവനം തേരകന ധീരവനം തേ. ചുടവനവ ശബ്ദേരവനം താരകനാരകന. അന്യഭാഷ പ്രാപിച്ച ദൈവജനം ഒരുമിച്ച് അന്യഭാഷയോടെ കരമടിച്ച് അല്പസമയങ്ങൾ നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിച്ചാട്ടെ. ഈ പകലിൽ അസാധാരണമാകുന്ന ദൈവ പ്രവർത്തികൾ നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരമടിച്ച് ആത്മീക മണ്ഡലത്തേക്ക് കയറി ഈ പകൽ ദൈവാത്മാവിനെ ആരാധിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ശക്തിയോടെ കരമടിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. ഓ ചുടവനവനവനവ ശനരകടകൾ ഖമനിയാരംധര ചുടവനവനവ ശബ്ദരാരകൾ ഖമനിയ. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ കരമടിച്ചാട്ടെ. ആത്മീക മണ്ഡലത്തിലേക്ക് ഈ പകലിൽ എത്ര പേർക്കൊന്ന് കയറുവാൻ താല്പര്യമുണ്ട്? അഭിഷേകത്തിലേക്കൊന്ന് കയറുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ശക്തിയോടെ കരമടിച്ച് ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അന്യഭാഷകൾ സംസാരിക്കുന്നവർ ദൈവത്തോടത്ര സംസാരിക്കുന്നത് അല്പസമയങ്ങൾ അന്യഭാഷയോടെ ആ കർത്താവിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രവർത്തികൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും ശാസിച്ചുകൊണ്ട് ഈ പകലിൽ എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വിട്ടുകൊടുത്ത ദൈവത്തെ ആരാധിക്കുവാൻ കഴിവെന്ന എത്ര പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഓ ശബ്ദേരിയാലബശബ്ദരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയങ്ങൾ അന്യഭാഷയോടെ കർത്താവിനെ ആരാധിച്ചോട്ടെ. ആരും മൗനമായിരിക്കരുത്, ആരും നോക്കിയിരിക്കരുത്. അല്പസമയങ്ങൾ കർത്താവിനെ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോ ശതരവലവലബശബ്ദരാരകൾ ഖമനിയാറാംധരേ. വൈഡജാരകൾ ഖമനിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. നിന്നെ കുറിച്ചുള്ള പിശാചിന്റെ ചിന്തകൾ ഈ പകലിൽ അവസാനിക്കണോ. നിന്നെ കുറിച്ച് പിശാചി വിചാരിക്കുന്നത് ഈ പകലിൽ അവസാനിക്കണോ. ദൈവം നിന്നെ കുറിച്ച് വിചാരപ്പെടുന്നുണ്ട്. ഈ പകലിൽ പിശാചി വിചാരിക്കുന്ന പോലെയല്ല നിന്റെ കുടുംബമായി തീരുന്നത്. ഈ പകലിൽ നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിലേക്ക് ദൈവാത്മാവ് നിന്നെ കയറ്റിവിടുകയാണ്. പിശാചല്ല നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദൈവത്തിന്റെ വിചാരത്തിലേക്ക് കടപ്പാൻ ഈ പകലിൽ എത്ര പേരൊന്ന് വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചുടവവവശബ്ദരേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് പറയാൻ കഴിയും ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ എൻ്റെ നാവ് പോരപ്പ. എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. അങ്ങ് ഞങ്ങളോട് ചെയ്ത നന്മകൾ അത്രമാത്രം നന്മകളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവജനമുണ്ടെങ്കിൽ ഈ പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ഒരുമിച്ച് ഈ പാട്ട് അറിയാവുന്നവർ ചേർന്ന് കരമടിച്ച് അല്പസമയങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. ശക്തിയോടെ രണ്ട് കരങ്ങളും അടിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ആമേൻ.
ആയുസ്സും ഇത് പോരാ, ഇത് പോരാ, നാവിത് പോരാ, ആയുസ്സും ഇത് പോരാ. കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ, കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ഓ കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കാണല്ലോ, കാരിരുമ്പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ ചെറുഹ, ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം. ഓ നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ, മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ, മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ. ജീവിതപാതയിൽ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. പാപിയമെന്നെ നേടുവതേശു കാൽവറിയിൽ തന്നെ, പാപിയമെന്നെ നേടുവതേശു കാൽവറിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. പാപിയമെന്നെ നേടുവതേശു കാൽവറിയിൽ തന്നെ, പാപിയമെന്നെ നേടുവതേശു കാൽവറിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ. സന്തോഷത്തോടെ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ. മറ്റുമില്ലാതെ സാധ്യത എഴുന്നേറ്റ് ഓ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ, മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ഓരോ
ഒന്നു ചേർന്നിടും ശോഭനാപുരമതി രാജനോട് കൂടെ നാം ശോഭനാപുരമതി രാജനോട് കൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക് മോദാൽ വസിപ്പാൻ പോകാം നമുക്ക് ദൂതർ സംഘം ഹല്ലേലൂയ പാടിയാക്കുന്നു ഓ ദൂതർ സംഘം ഹല്ലേലൂയ പാടിയാക്കുന്നു വിശ്രമം കൂടാതെ ഗർഭിസാഫികളിത ഓ വിശ്രമം കൂടാതെ ഗർഭിസാഫികളിത ഇതബോധമോടുന്നു വാക്കിടുന്നു ഭരണി ഇതബോധമോടുന്നു വാക്കിടുന്നു ഭരണി പോകാം നമുക്ക് സിയോൻ പുരിയിൽ പോകാം നമുക്ക് സിയോൻ പുരിയിൽ ഓ ദേവസുത സന്തതികളെ വിശുദ്ധരെ അഭിഷേകത്തോടെ ചൂടം തേരകനാരകനം തീരവനം തേരകനാരകനം തീരവനം തേരകനെ ചുടമോശവനം തേരകനാരീവനവശവനം തേരകനാർ ശോഭനാപുരമതി രാജനോട് കൂടെ നാം ശോഭനാപുരമതി രാജനോട് കൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക് മോദാൽ വസിപ്പാൻ പോകാം നമുക്ക് മോദാൽ വസിപ്പാൻ പോകാം നമുക്ക് മോദാൽ വസിപ്പാൻ പോകാം നമുക്ക് മോദാൽ വസിപ്പാൻ ഓ ചൂടം തേരകനാരകനം തീരവനം തരവശവനം തേരകന ചൂടവനം തരവശവനം തേരകനാരകനം തീരവനം തേരകനെ അർത്ഥാരകനം തീരവനം തേരകനാരകനാരീവനവൈനാരകനെ ചൂടവനം തരവശവനം തേരകനെ ചൂടവനം തരവശവനം തേരകനാരകനാരകന ചൂടവനം തേരകനാരകനാരകനാരകന വൈനാരകനം തീരവനം തേരകനെ ചൂടം പാരകനാരകനം തീരവനം തേരകനെ അർത്ഥാരകനാരീവനവശം തേരെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഓ glory to Jesus ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടെ ആത്മീക അഭിഷേകത്തോടെ അന്യഭാഷയോടെ ചൂടാരകനാരീവനവൈനം തേരവനം തേരകനെ ചുടുവശവനം തേരകനാരീവനവൈഷം താര അർത്ഥാരകനം തീരവനം തേരകനാരകനം തീരവനം തേരകനെ ചൂടവനം തേരകനാരകനം തീരവനം തേരകന അർത്ഥാരകനം തീരവനം തേരകനാരകനാരീവനവശം തേരെ അന്യഭാഷയോടെ കർത്താവിനെ ആരാധിച്ചോട്ടെ Holy Spirit, hallelujah. Chudara,
അഭിഷേകം പകരട്ടെ, അഭിഷേകത്തിന്റെ ശക്തി പകരട്ടെ, ആത്മാവിന്റെ ശക്തി പകരട്ടെ. ഓ, ഇന്ന് പകലിൽ ദൈവശക്തിയുടെ പകർന്ന് ദൈവശക്തിയോ, ദൈവശക്തിയോ. അകത്തുനിന്ന് ആരാധന ഉയരട്ടെ. യേശുവയോടുള്ള നന്ദി പുറത്തു വരട്ടെ. പകരമൊന്നും കൊടുക്കാൻ കഴിയാത്ത വിധം നമ്മെ കരുതിയ കരുതലുകൾ ഓർക്കുമ്പോ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൈവമക്കളെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. എത്ര പേർ ഹൃദയത്തിൽ നിന്ന് വാഞ്ചയോടെ പറയും, കൊതിയോടെ പറഞ്ഞാൽ കൊതിയോടെ കൊതിയോടെ ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ. എത്ര മക്കൾ ഇന്ന് മകൻ തുറന്നു മനസ്സിൽ ആത്മാവിലെന്നോടും ഇടപെടണേ.
അസാധാരണമായ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഒഴുകാൻ പോകുകയാണ്. മഹത്വം ഇറങ്ങണമേ സമർപ്പിച്ചു കൊടുത്താണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒന്നിലധികം പ്രാവശ്യം ഞാൻ ആഴമായി കേട്ടൊരു ദൈവശബ്ദമുണ്ട്. ഞാൻ നിന്നെ വീണ്ടും ജീവിപ്പിക്കും. ഇവിടെ ഈ ഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ശക്തമായ വാക്കിനെ ഒരു സ്റ്റേറ്റ്മെന്റ്സായി ചേർത്ത് ഇണക്കുവാൻ ദൈവാത്മാവ് നിയോഗം തരികയാണ്. ഇന്നു പകലിൽ നിന്റെ മേൽ പകരപ്പെടുന്ന അഭിഷേകം, ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ, ഇന്നു പകലിൽ ഈ ആലയത്തിനകത്ത് ഒഴുകപ്പെടുന്ന അഭിഷേകം നിന്നെ വീണ്ടും ജീവിപ്പിക്കും. അഭിഷേകം നിന്നെ വീണ്ടും ജീവിപ്പിക്കും. ചാവാറായ ശേഷിപ്പുകളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. അഭിഷേകം നമ്മെ വീണ്ടും ജീവിപ്പിക്കും. ഇന്ന് പകലിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശക്തമായി പറയാം, ഒരു അസാധാരണമായ മൂവ് ആലയത്തിനകത്ത് മാത്രമല്ല, ദൂരസ്ഥലങ്ങളിൽ അറിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, ഭവനങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, രോഗക്കിടക്കയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഒരാത്മചലനം സംഭവിക്കുന്നത് എനിക്ക് കാണാം. ആമേൻ. അഭിഷേകം നിന്നെ വീണ്ടും ജീവിപ്പിക്കും. പ്രിയ തങ്കമാമ എന്നെ ശ്രദ്ധിച്ചോ? മമ ഇന്ന് രാവിലെ വേദനയോടെ പറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ ഞാനിത് ആത്മാർത്ഥമായ ഒരു പ്രവാചകന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ആത്മാർത്ഥമായി പറയാണ്, ആ ഭവനത്തെ അഭിഷേകം വീണ്ടും ജീവിപ്പിക്കും. ആത്മാർത്ഥമായി ഞാൻ പ്രവചിക്കുകയാണ്. ഞാൻ വെറുതെ ഒരു മാനുഷിക വാക്ക് പറയല്ല, ഞാൻ ആത്മാവിൽ കാണുന്നു.
ആ കുടുംബത്തിനകത്തേക്ക് ഇന്ന് പകലിൽ എൻ്റെ അപ്പ തൻ്റെ ദൂതന്മാരെ അയക്കുന്നു. അതിൻ്റെ അകത്ത് നാം പ്രതീക്ഷിക്കുന്ന ആത്മീയ വിടുതലുകൾ ജീവനായി വ്യാപരിക്കാൻ പോവുകയാണ്. സഭ കൊതിക്കുന്ന ആത്മീയ വിടുതൽ ഇന്ന് കുടുംബത്തിനകത്തു ജീവനായി വ്യാപരിക്കുന്നു. എന്നോട് ചേർന്ന് എത്ര പേര് ഇന്ന് പകൽ പറയോ, സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ജീവനായി വ്യാപരിക്കാൻ പോവുകയാണ്. ജീവനായി വ്യാപരിക്കാൻ പോവുകയാണ്. ജീവനായി വ്യാപരിക്കാൻ പോവുകയാണ്. ജീവനാ നമ്മുടെ രണ്ട് പ്രിയപ്പെട്ടവർ ശാരീരികമായ അസ്വസ്ഥതകളിലാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കേണ്ട രണ്ട് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മറ്റനവരും പേർക്കുണ്ട്. പക്ഷേ ഈ രണ്ടു പേരെ നമ്മൾ ഈ ദിവസങ്ങൾ ആത്മാർത്ഥമായി സഭ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ പ്രിയ ജോയിച്ചാൽ ശാരീരികമായ അസ്വസ്ഥതകളാണ്. ആമേൻ, ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഭവനത്തിലാണിപ്പോൾ. ആമേൻ, ഡിസ്ചാർജായി ഭവനത്തിലായിരിക്കുന്നു. എങ്കിലും ദൈവത്തിന്റെ ഒരു വലിയ കരം തൊടേണ്ട ആവശ്യകത മുൻപിലുണ്ട്. ദൈവത്തിന്റെ ഒരു വലിയ സൗഖ്യം കാണേണ്ട ആവശ്യകത മുൻപിലുണ്ട്. നിങ്ങൾ എത്ര പേരെന്നോട് ചേർന്ന് വിശ്വാസത്താൽ ഈ പകലിൽ പറയും, ഇന്ന് ചർച്ചിനകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം പ്രിയ ജോയിച്ചാന്റെ മേൽ സൗഖ്യമായി വ്യാപരിക്കുകയാണ്. ആ ഭവനത്തിൽ ഇപ്പോൾ നമ്മുടെ കൂടെ പ്രിയ പൈതൽ എസ്തർ മാത്രമേ ഉള്ളൂ. ആമേൻ, എസ്തർ കേൾക്കെ ആമേൻ, നമ്മൾ ഒരുമിച്ച് സഭ വിളിച്ചു പറയുകയാണ്. ആമേൻ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകം വീണ്ടും ജീവിപ്പിക്കും. കരമടിച്ച് ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയേ, ദൈവകൃപയേ. ഞാൻ തകർന്നു പോകാത്തതും കൃപയേ, ദൈവകൃപയേ. ഞാൻ ജീവനോടിരിക്കുന്നതും നമ്മുടെ സഭയ മക്കൾ കൃപയേ, ദൈവകൃപയേ. ഞാൻ തകർന്നു പോകാത്തതും കൃപയേ, ദൈവകൃപയേ. കൃപയേ, 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 ദൈവകൃപയേ. കൃപയേ, നിങ്ങളെ പാട്ട് പാടുമ്പോ കൃപയേ. ജോയിച്ചാനെയും നമ്മുടെ ജോണിച്ചാനെയും ഒരുപോലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചേ. നമ്മുടെ സുസ്നാജിയുടെ പ്രിയ ഹസ്ബൻഡ്, നമ്മുടെ ജോയലിന്റെ പപ്പ, ഇവർ രണ്ടുപേരുടെ ശരീരത്തിൽ ഇന്ന് പകലിൽ അഭിഷേകം ചില വിടുതലുകൾ അയക്കട്ടെ. ദൈവശക്തി ചില വിടുതലുകൾ അയക്കട്ടെ. ചേർന്ന് വിടുതലിനെ വിശ്വസിച്ചുകൊണ്ട് രോഗികളായിരിക്കുന്നവരെ മുൻപിൽ കണ്ടുകൊണ്ട് അവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ, സഭയ്ക്കകത്തു നിന്ന് വ്യാപരിക്കുന്ന അഭിഷേകം വിശ്വാസത്താൽ കണ്ട് കരങ്ങളടിച്ച് ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയേ, ദൈവകൃപയേ. ഞാൻ തളർന്നു പോകാത്തതും കൃപയേ, ദൈവകൃപയേ. ഞാൻ ജീവനോടിരിക്കുന്നതും സമയമക്കൾ കൃപയേ, ദൈവകൃപയേ. ഞാൻ
ദൈവകൃപയാ കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ ആപത്തിൽ താങ്ങിയ കൃപയേ ദൈവകൃപയേ രോഗത്തെ സൗഖ്യമാക്കിയ കൃപയേ ദൈവകൃപയേ ആപത്തിൽ താങ്ങിയ കൃപയേ ദൈവകൃപയേ രോഗത്തെ സൗഖ്യമാക്കിയ കൃപയേ ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ ഞാൻ ജീവനോടിരിക്കുന്നതും എത്ര പേർ ചേർന്ന് പാടും? നമ്മൾ ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. തളർന്നു പോകാത്തത് ദൈവത്തിന്റെ കൃപയാ. ഇതാണ് ഇന്ന് പകലത്തെ പ്രവചനദൂത്. ഇതാണ് ഇന്ന് പകൽ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള സന്ദേശം. ഞാൻ തളർന്നു പോകാത്തതും കൃപയേ ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ ഞാൻ ജീവനോടിരിക്കുന്നതോ കൃപയേ ദൈവകൃപയേ ഞാൻ തളർന്നു പോകാത്തതോ ദൈവമേ ദൈവകൃപയേ ഞാൻ ജീവനോടിരിക്കുന്നതോ കൃപയേ ദൈവകൃപയേ ഞാൻ തളർന്നു പോകാത്തതോ ആമേൻ ഹല്ലേലൂയ ഓ കൃപ മാത്രം ഹല്ലേലൂയ കൃപയേ ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ കൃപയേ കൃപയേ ഇന്ന് പകൽ ചിലരുടെ മേലെ കൃപ വ്യാപരിക്കുക. നിങ്ങൾ ഭവനത്തിനകത്തേക്ക് മടങ്ങി ചെല്ലുമോ? നിങ്ങൾ ദൈവപ്രവർത്തികൾ കാണും. നിങ്ങൾ ഭവനത്തിനകത്തേക്ക് മടങ്ങി ചെല്ലുമോ? ദൈവശബ്ദം നിങ്ങൾ കേൾക്കും. ഇന്ന് പകൽ ആലയത്തിനകത്ത് ദൈവമഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങും. உம்மை நம்பி வந்தே நம்பக்கப்படலாம் உண்மையா என்னை நம் கைவிடலாம் உம்மை நம்பி வந்தே நம்பக்கப்படலாம்
കർത്താവിന് സ്തോത്രമുണ്ടാകട്ടെ. ഈ നല്ല പകൽക്കാലം പ്രിയ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഇവിടെയുള്ള ദൈവജനത്തോടും ഒരുമിച്ച് ഞങ്ങൾക്കുമായിരിക്കാൻ കർത്താവ് നല്ല അവസരം ഒരുക്കിയതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവദാസൻ പറഞ്ഞതുപോലെ വളരെ വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 2003 മുതൽ 2006 വരെ ഞാൻ ഈ അടുത്ത സ്ഥലത്ത് ചീങ്കല്ലിത്തോട്ടിലൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ദീർഘവർഷക്കാലം 22ാമത്തെ വയസ്സ് മുതൽ വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയിലായിരുന്നു. ഇടയ്ക്കൊരു 3 വർഷത്തെ കർത്താവ് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അത് 2003 മുതൽ 6 വരെയായിരുന്നു. ആ കാലയളവിലാണ് ഞങ്ങൾക്കൊരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷയിൽ സഹകരിപ്പാനും പ്രവർത്തിപ്പാനും കർത്താവ് കൃപ നൽകി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാനും വൈഫും മാത്രം നാട്ടിൽ കുറച്ച് നാളായിട്ടുണ്ട്. അമ്മച്ചി ഇവരുള്ള ബന്ധത്തിൽ വടക്കേ ഇന്ത്യയിൽ അമ്മച്ചിയെ ഇങ്ങ് കൊണ്ടുവന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസം താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നുപോയി. അതിനുശേഷം ഞങ്ങൾ രണ്ടും ഇപ്പോൾ ഇവിടെ ഉണ്ട്. വടക്കേ ഇന്ത്യയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എൻ്റെ സഹോദരനും കുടുംബവും ബീഹാറിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് നാട്ടിലേക്ക് വരുന്നത്. ആമേൻ. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ദീർഘവർഷങ്ങൾ അതാത് ഭാഷക്കാരുടെ ഭാഷകൾ പഠിച്ച് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ ഭാഗ്യം കർത്താവ് തന്നു. ഞങ്ങൾക്ക് 2 മക്കളായിരുന്നു, 2 ആൺമക്കൾ. അവർ രണ്ടുപേരും കുടുംബസ്ഥരായിട്ട് കർത്താവിൻ്റെ വേലയ്ക്കും അതുപോലെ അവരുടെ ജോലിയോടുള്ള ബന്ധത്തിലുമായിട്ട് ഒരാൾ മൂത്ത മകനും കുടുംബവും UK യിലായിരിക്കുന്നു. 2ാമത്തെ മകനും കുടുംബവും യൂറോപ്പിൽ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന രാജ്യത്തായിരിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ദീർഘവർഷക്കാലം ഈ നമ്മുടെ കർത്താവിനെ സേവിപ്പാനുള്ള മഹാഭാഗ്യം കുടുംബമായി ഞങ്ങൾക്ക് ദൈവം ദാനം ചെയ്തു. 22ാമത്തെ വയസ്സിൽ യേശുവിനെ അറിയാതെ ഒരു കത്തോലിക്കനായി ജീവിക്കുന്ന സമയത്ത് ദൈവശബ്ദം കേട്ട് കർത്താവിനെ സേവിപ്പാൻ കർത്താവ് അഭിഷേകം ചെയ്ത് വേർതിരിച്ചു. അന്നു മുതൽ ആ കർത്താവിൻ്റെ കരം ഇന്ന് വരെയും എന്നോട് കൂടെ ഉണ്ട്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് എലന്തൂർ വെച്ചൊന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോഴേ വളരെ സന്തോഷമുണ്ടായി. ദൈവദാസൻ പറയുകയുണ്ടായി, സമയം പോലെ ഒന്ന് കിടക്കണേ. ഇന്ന് അതിനൊരു അവസരം കർത്താവ് നൽകി. അങ്ങനെ കടന്നു വരുവാനിടയായി. വളരെ മനോഹരമായ ഈ ആരാധനാ സൗകര്യം, ആലയം ഒക്കെ ദൈവദാസന് ദൈവം നൽകിയതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ആമേൻ. അതുകൂടാതെ അവർ ഒരുപാട് ഈ പ്രദേശത്ത് വന്ന് അതിനുവേണ്ടി ത്യാഗം സഹിച്ചവരാണ്. ഒരുപാട് പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിൻവാങ്ങാഞ്ഞതുകൊണ്ട് പ്രൈസതോ ദൈവം മാനിച്ചു. ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാനിന്ന് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ച് കിട്ടിയെന്ന് പറയുന്നത്, ഇന്ന് വെളുപ്പിനെ 3:38 ഞാൻ പ്രാർത്ഥനാപായിലിരിക്കുമ്പോൾ എന്നോട് സംസാരിച്ചൊരു വചനമാണ്. 3:14 എഴുന്നേറ്റു. അതിനുശേഷം വെളുപ്പിനെ 5:24 വരെ പ്രാർത്ഥനാപായിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കർത്താവ് സംസാരിച്ച ഒരു വചനമാണ് നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. ദൈവദാസൻ പറഞ്ഞതുപോലെ ലഭിച്ച സമയത്തിനുള്ളിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിവതും അങ്ങനെ തന്നെ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ ഒരു അച്ചടക്കമായ രീതിയിലുള്ള പോക്കാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് നന്നായിരിക്കുന്നു. നിങ്ങളുടെ ഈ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും സഭയായിട്ട് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വരുന്ന ആരും നിരാശിതരായി പോകാൻ ഒരിക്കലും കർത്താവ് ഇടയാക്കുകയില്ല. ഇടയാകാതിരിക്കാൻ നമ്മളും ആഗ്രഹിക്കുക. ഈ ദൈവശബ്ദം എവിടെല്ലാം കേൾക്കുന്നുണ്ടോ, ആമീൻ, അവിടെ എല്ലാവർക്കും എന്നും സമാധാനവും സന്തോഷവും കർത്താവിൽ നിന്ന് ലഭിക്കേണ്ടതിന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ദൈവം ഇടയാകട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് കുറിവാക്യമായിട്ട് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം.
മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചെറിയ ഒരു സന്ദേശം ഇതിൽ നിന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇത് പക്ഷേ ഒരു ചെറിയ സന്ദേശമല്ല. ഇത് നമ്മൾ ഗ്രഹിക്കണം. അപ്പോസ്തലനായ പത്രോസ് 2-ാം ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 10-11 വാക്യത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും വിളിയും തിരഞ്ഞെടുപ്പും എന്ന് പറയുമ്പോൾ പലർക്കും അത് മനസ്സിലാക്കാൻ ഒരു വലിയ പ്രയാസമായി തോന്നാറുണ്ട്. എന്നാൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്തിനാണെന്ന് വളരെ ലളിതമായ ഭാഷയിൽ അപ്പോസ്തലന്മാർ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ഒരിക്കലും വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത, അർഹിക്കാത്ത സൗഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച തിരഞ്ഞെടുപ്പാണ് ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. മറക്കരുത്, ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനാ തിരഞ്ഞെടുത്തത്? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, തൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധന്മാരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെ എല്ലാവരെയും കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാരായി ഈ ഭൂമിയിൽ കർത്താവിനോടൊപ്പം സഞ്ചരിക്കണം. വരുവാനിരിക്കുന്ന നിത്യതയിൽ കർത്താവിനോടൊപ്പം കൂട്ടവകാശികളാകണം. ഈ 2 കാര്യമാണ് ആ തെരഞ്ഞെടുപ്പിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് വളരെ ശാന്തമായി വിശദമായി നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് എല്ലാം ചിന്തിക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ കർത്തൃദാസൻ അതൊക്കെ പിന്നീട് സാവകാശം പോലെ പറഞ്ഞു തരും. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, ഇതൊരു വല്ലാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശരിക്കും വളരെ ശക്തമായ നിലയിൽ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൈശാചിക കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഒട്ടും സംശയം കൂടാതെ ദൈവമക്കൾ പിന്തുടരുവാൻ ഇന്ന് പകലിലും നമ്മളോട് പറയുന്നു. നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തത് ഇന്നല്ല, ലോകസ്ഥാപനത്തിന് മുൻപാണ്. നമ്മൾ ജനിക്കുന്നതിനും ഉണ്ടാകുന്നതിനുമൊക്കെ ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. ഏക ഉദ്ദേശത്തിന്റെ 1-ാം ഭാഗം, താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. 2-ാം ഘട്ടം പറയുന്നു, താൻ നിഷ്കളങ്കനായിരിക്കുന്നത് പോലെ നമ്മളും നിഷ്കളങ്കരായിരിക്കണം. ഈ 2 കാര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തിനോ പിശാചിനോ ഈ ജഡത്തിനോ നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവ നമ്മളിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളിലുണ്ട്. സ്തോത്രം. കർത്താവായ യേശു നമ്മളിൽ ഉണ്ടെങ്കിൽ തന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. പരിശുദ്ധാത്മാവും നമ്മളിൽ ഉണ്ടെങ്കിൽ പിതാവായ ദൈവവും നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം പറഞ്ഞാട്ട് യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച എല്ലാവരും ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. എന്തിനായി സ്തോത്രം പറഞ്ഞെന്നറിയാമോ? പിതാവായ ദൈവം നമ്മോട് കൂടെയുണ്ട്, പുത്രനായ യേശു നമ്മോട് കൂടെയുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഇവിടെ കർത്താവ് പറയാണ്, അവർ കർത്താവിന്റെ വിശുദ്ധന്മാരാണ്. കർത്താവ് നിഷ്കളങ്കരായിരിക്കുന്നത് പോലെ നമ്മളും നിഷ്കളങ്കരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകരുത്. ഇനി ഞാൻ ഇതിനോട് ചേർന്ന് ഒരു വാക്യം, 2 വാക്യം കൂടെ വായിക്കുന്നു. ഒരേ വിഷയങ്ങൾ ചേർന്ന് വരുന്നതാണ്. അത് 1 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ
9-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവുമാണ്. ഇത് ദൈവദാസന്മാർക്ക് കൊടുക്കേണ്ടുന്ന ഒരു ഉപദേശമെന്നും പറഞ്ഞ് പൗലോസ് തീമോത്തിയോസിന് കൊടുക്കുന്നതായ ഒരു ഉപദേശമാണ്. കർത്തൃദാസന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, പുതിയ വേലക്കാരരുത്, അവരെ പരീക്ഷിച്ച് കൊള്ളാവുന്നവരായിട്ട് കണ്ടാൽ മാത്രം അവരെ ഈ ശുശ്രൂഷ ഏൽപ്പിക്കണം. അവർ എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നാൽ ഞാൻ ഇപ്പോഴത് അവരെ മാത്രം ഒതുക്കി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ കർത്താവിനെ വിശ്വസിച്ച സകലരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. അതെന്താണെന്നറിയാമോ? വിശ്വാസത്തിന്റെ മർമ്മം. അതെന്താ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ മർമ്മം എന്താണ്? വിശ്വാസത്തിന്റെ മർമ്മത്തിന്റെ ആ പ്രാധാന്യത കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആ മർമ്മം നമുക്കറിയാതെ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ മർമ്മം ലഭിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മൾ ഇന്ന് ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യത്തില്ല. സ്തോത്രം. ആ മർമ്മം എന്താണെന്നാണ് നമുക്ക് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 16-ാമത്തെ വാക്യം വായിച്ചാൽ 1 ഇതാരാണെന്നുള്ളതിനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അവൻ ആര്? അവൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. ഹല്ലേലൂയ, അല്ലേ? യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടോ. 1 വായിച്ചു. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. കേട്ടോ? യേശു ക്രിസ്തുവിനൊരു നീതീകരണം ഈ ലോകത്തിൽ പ്രൂഫ് ചെയ്യണമായിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആലയമാക്കി എന്നെ മാറ്റിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പം അകത്തുണ്ടെന്ന് നമ്മൾ കേട്ടില്ലേ? അപ്പയുടെ മർമ്മം. ആമേൻ. ഹല്ലേലൂയ. അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? എന്നിട്ട് ധൈര്യത്തോട് പറഞ്ഞ് ഈ ആലയം നാം ജീവനുള്ള, അത് ഭയങ്കര വാക്കല്ലേ? നമ്മുടെ ഈ ആലയം എന്ന് പറയുന്നത് മരിച്ച ഒരാൾ ഇരിക്കുന്നതല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. ജീവൻ, ജീവൻ, ജീവൻ. ഇനി അടുത്ത വാക്കാണ് ആമേൻ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ, ഞാൻ അവരിൽ. ആമേൻ. ഈ ആലയത്തിൽ ആര് വസിക്കും? യേശുപ്പ നമ്മുടെ അകത്തുണ്ട്. നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞേ, എൻ്റെ ആലയത്തിനകത്ത് ആരുണ്ട്? ഉറക്കെ പറഞ്ഞേ, ആലയത്തിനകത്ത് ആരുണ്ട്? ഉറക്കെ പറഞ്ഞേ, ആലയത്തിനകത്ത് ആരുണ്ട്? യേശു ഇല്ലെങ്കിൽ അതെന്തല്ല? ആലയമല്ല. യേശു ഇല്ലെങ്കിൽ അത് ആലയമല്ല. 2 വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ. കണ്ടോ? വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറ, ഉറക്കെ പറ. വസിക്കുക എന്ന് പറഞ്ഞ താമസിക്കുക. യേശു വസിച്ചാൽ വന്നും പോയി നിൽക്കുന്ന ഒരു അനുഭവം അല്ല. യേശു അകത്ത് എന്ത് ചെയ്യുക? ഇന്ന് പകൽ ചിലരുടെ അകത്തൊക്കെ ഒരു ചിന്തയുണ്ട്, എന്നെ യേശു ആണോ നയിക്കുന്നത്? യേശു എൻ്റെ കൂടെ ഉണ്ടോ? എന്നെ കൈവിട്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ, എന്നെ കൈവിട്ടു പോയോ, എന്നെ വിട്ടുപോയോ, എന്നെ മാറിപ്പോയോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. പക്ഷെ കർത്താവ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. ആമേൻ. നിന്റെ അകത്ത് യേശു വസിക്കുന്നുണ്ട്. 2-ാമത്തെ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. വിശദീകരണങ്ങൾക്കൊന്നും ഞാൻ സമയമെടുക്കുന്നില്ല. കർത്താവ് പറയാ, ഞാൻ ഇടയ്ക്കൂടെ നടക്കും. ആമേ. ഗസ്റ്റായിട്ട് ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ എല്ലാ റൂമിലും കയറി ഇറങ്ങി നടക്കാറുണ്ടോ? ഹലോ, സ്തോത്രം. ആമേൻ. ഇനി 1-2 ദിവസത്തേക്കാണ് നമ്മുടെ വീട്ടിൽ വന്നതെങ്കിലും നമ്മുടെ എല്ലാ റൂമുകൾക്കകത്തൂടെ എല്ലാ മേഖലകളിലും ഇറങ്ങി നടക്കാറുണ്ടോ? പ്രൈസലോ. പിന്നെ ആരാ എപ്പോഴും എല്ലായിടത്തൂടെ ഇറങ്ങി നടക്കുന്നത്? ഒന്ന് പറഞ്ഞേ, ആരായിരിക്കും എപ്പോഴും എല്ലായിടത്തും? ബെഡ്റൂമിൽ കയറാൻ ഫ്രീഡമുള്ള, ലിവിംഗ് റൂമിൽ കയറാൻ ഫ്രീഡമുള്ള, ഈവൻ വാഷ്റൂമിൽ കയറാൻ ഫ്രീഡമുള്ള, സ്റ്റോർ റൂമിൽ കയറാൻ ഫ്രീഡമുള്ള, ഇടയ്ക്കൂടെ നടക്കാൻ, 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കൂടെ നടക്കാൻ ഫ്രീഡമുള്ള. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇതിന്റെ അകത്ത് സ്വർഗ്ഗം എന്നോട് ഉറപ്പ് പറയാണ്. യേശുപ്പ നമ്മുടെ ഇടയ്ക്കൂടെ നടക്കാൻ പോവാ. അതിന്റെ ധൈര്യം എന്നാന്ന് ചോദിച്ചാൽ, അതിന്റെ ബലം എന്നാന്ന് ചോദിച്ചാൽ, ഈ ഗസ്റ്റായിട്ട് വരുന്ന പലർക്കും നമ്മുടെ പല വേദനകളും അറിയത്തില്ല.
ഹലോ ഹലോ, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ അകത്ത് നിന്നും എൻ്റെ മുഖത്തിന്റെ അപ്പിയറൻസ് നോക്കിയിട്ടും എൻ്റെ മുഖം ഷേവ് ചെയ്യാതെ വിഷാദിച്ച് വാടിയൊക്കെ ഇരുന്നാൽ ചോദിക്കും എന്നെ പറ്റി പാസ്റ്റർ എന്ന്. പ്രൈസലോ, ഞാൻ ഇതൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് ക്ലീൻ ആക്കി അവൻ അല്പം ശോഭയൊക്കെ വരുത്തി അവൻ ക്ലിയർ ആയിട്ട് നിന്ന് വരുമ്പോൾ ഒരു നല്ല ചിരിയൊക്കെ ചിരിച്ചു നിന്നാൽ ആമേൻ ഹല്ലേലൂയ, പുറത്ത് കാണുന്ന ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ അകത്തെ അനുഭവം അറിയത്തില്ല. പക്ഷെ ഇടയ്ക്കൂടെ നടക്കുന്ന ഒരുവനോട് ചോദിച്ചാൽ അവൻ ഈ പുറമേ ഉള്ളതല്ല വിഷയം. അവൻ പറയും ഞാൻ ഇതിനിടയ്ക്കൂടെ നടന്നപ്പോ കണ്ടു, കരയുന്നത് കണ്ടു, വേദനിക്കുന്നത്. ഓ, ഇന്ന് പകൽ ചിലരുടെ ഇടയിലൂടെ നടക്കുന്ന ഒരുവനെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഉയർത്തിയെടുക്കുകയാണ്. ദൈവാത്മാവ് പറയുന്ന ആ മർമ്മം ക്രിസ്തുവാണ്. ആ മർമ്മം ക്രിസ്തുവാണ്. ആ കർത്താവ് ഇന്ന് ഇതിനകത്തൂടെ നടക്കും. എന്നെ ഏൽപ്പിച്ച ദൂത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ബെഡ്റൂമിൽ ഈ ദിവസങ്ങൾ നിങ്ങൾ യേശുവയുടെ സാന്നിധ്യം കാണും. അടുത്ത പദം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. ഈവൻ യുവർ വാഷ്റൂംസ് യു ആർ ഗോയിങ് ടു സീ ദ ഫേസ് ഓഫ് ജീസസ്. നിങ്ങൾ വാഷ്റൂമിനകത്ത്, അതെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പ്രാർത്ഥിച്ചിട്ടാ പറയുന്നത്. ഒത്തിരി ദൈവശബ്ദം കേട്ടിട്ട് നിങ്ങൾ ഉൾക്കൊള്ളോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷെ ചിലർ ഇതിനകത്തുണ്ട്, അവരുടെ വേദന ഇറക്കി വെക്കുന്നത് ആരും അറിയാതെ വാഷ്റൂമിനകത്താണ്. അവൻ പുറത്തു നിന്ന് നോക്കിയാൽ അവൻ ആർക്കും കാണരുത്, ആരും കേൾക്കരുത്, ആരും അറിയരുത്. അവരുടെ മുഖത്തിന്റെ അനുഭവം പോലും ആരും കാണരുത്. അകത്തിരുന്ന് മുഖം വരെ കഴുകിയിട്ട് ഇറങ്ങി വരുന്നവരെ നോക്കി കർത്താവ് പറയാ, ഞാൻ നിന്റെ ഇടയ്ക്കൂടെ വന്നപ്പോ നീ കരയുന്നത് ഞാൻ കണ്ടു, എന്റെ ആലയം വേദനിക്കുന്നത് ഞാൻ കണ്ടു, എന്റെ മഹത്വം വ്യാപരിക്കേണ്ട മേഖല ഉടലമന ശബ്ദരാധന ഞരക്കം അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് കർത്താവ് പറയാ, ഞാൻ അവരുടെ ഇടയിലൂടെ നടക്കും. ആരും അറിയാത്ത നിന്റെ വേദന, ആരും അറിയാത്ത നിന്റെ ഞരക്ക്, ആരും അറിയാത്ത നിന്റെ കണ്ണുനീർ എവിടെ വീണാലും ആമേൻ ഹല്ലേലൂയ, ഒരു മനുഷ്യൻ കാണാതെ നിന്റെ അകത്ത് നിന്ന് വന്നിരിക്കുന്ന കണ്ണുനീരിനെ കാണുന്ന ഒരുവൻ എങ്ങനെ കണ്ടെന്നറിയാവോ? ഇടയ്ക്കൂടെ നടന്നു. എന്നിട്ട് ഒരൊറ്റ ഉറപ്പ് പറഞ്ഞു, അവർ എൻ്റെ ജനമാ. എനിക്ക് അങ്ങനെ പറയാനല്ല ഇഷ്ടം, എനിക്ക് ഒന്നുകൂടെ താഴോട്ട് പോകാനാണ് ഇഷ്ടം. ഇടയ്ക്കൂടെ നടന്നിട്ട് യേശു കർത്താവ് ആമേൻ ഹല്ലേലൂയ ഓടി വന്ന് അരികിലേക്ക് നിന്നിട്ട് പറഞ്ഞ, ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ആമേൻ നീ എൻ്റെ മോനാന്ന്. നിങ്ങളെന്നെ കേട്ടില്ലല്ലോ. ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം, വേദനയോടിരിക്കുമ്പം, ഭാരത്തോടിരിക്കുമ്പം മനുഷ്യനല്ല, യേശുപ്പ അടുത്ത് വന്ന് നിന്നെ ചേർത്ത് പിടിച്ചിട്ട് നീ എൻ്റെ മോനാന്ന് പറയുമ്പോൾ സത്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കരയുന്നതിൻ്റെ ഇടയ്ക്ക് വിങ്ങിപ്പൊട്ടി കരയും. പക്ഷെ ആ കരച്ചിലിൻ്റെ സ്വഭാവം മാറും. ആദ്യത്തെ കരച്ചിൽ ദുഃഖത്തിന്റെ കരച്ചിലായിരുന്നു. കർത്താവ് നിന്നെ ചേർത്ത് മാർവോട് ചേർത്ത് പിടിച്ച് യു ആർ മൈ സൺ ആൻഡ് യു ആർ മൈ ഡോട്ടർ എന്ന് പറയുമ്പോൾ പിന്നെ വരുന്ന കരച്ചിൽ നിന്റെ ദുഃഖത്തിന്റെ അല്ല, അത് നിന്റെ സന്തോഷത്തിന്റെ. കാരണം എന്റെ ദുഃഖത്തിന്റെ കരച്ചിൽ കണ്ട ഒരുവൻ എനിക്കുണ്ടല്ലോ, അവർ എനിക്ക് മക്കളായി മാറുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചില കുടുംബങ്ങൾക്കകത്തേക്ക് എന്റെ യേശുവപ്പ ഇറങ്ങി വരികയാണ്. വന്നിട്ട് പോകാനല്ല, വസിപ്പാൻ. വന്നിട്ട് ബിസിയാന്ന് പറയാനല്ല, കൂടെ നടക്കാൻ. എന്നിട്ട് അവൻ പറയും, യു ആർ മൈ ഓൺ, നീ എന്റെയാന്ന് പറഞ്ഞു മാറുവോ? ചേർത്ത് പിടിക്കും. എന്നിട്ട് അടുത്തൊരു ഉറപ്പ് പറയാണ്, നീ എന്റെ മക്കളാന്ന് പറഞ്ഞിട്ട് പറയാ. ആമേൻ. പിതാവാന്നല്ല പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ്സിന് ഭയങ്കര ധൈര്യമുണ്ട്. ആമേൻ. വേണമെങ്കിൽ ചേർത്ത് പിടിച്ചിട്ട് പറയാ, നമ്മൾ അപ്പനും മക്കളും അല്ലേടാ എന്ന് വേണേ പറയാ. പക്ഷെ അതിനേക്കാൾ ഒരു വലിയ ഉറപ്പ് പറയാണ്, നീ എനിക്ക് ആമേൻ ജനവും. ആമേൻ ഹല്ലേലൂയ. അവർ എനിക്ക് ആരായി മാറും? ഞാൻ അവർക്ക് ജനവും, ഞാൻ അവർക്ക് ദൈവവും. ഞാൻ അവർക്ക് ആരായി മാറും? ദൈവമായിട്ട് മാറും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, പിതാവിന്റെ പൊസിഷനിൽ നിൽക്കുന്ന ഒരുവൻ, അത്രത്തോളം നമുക്ക് വേണ്ടി വന്ന ഒരുവൻ ഇന്ന് പകൽ ഇതിനകത്ത് ദൂത് പറയാ, ഞാൻ നിന്റെ വീടിന്റെ നടുക്കൂടെ നടക്കാൻ പോകയാ.
അതെങ്ങനെ നടക്കുന്നെന്നറിയാമോ? ദൈവമായിട്ട് നടക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കേട്ട ദൈവ ശബ്ദമാണ് നിങ്ങളോട് പറയുന്നത്. ചിലരുടെ ബെഡ്റൂമിനകത്തൂടെ നടന്നിട്ട് എന്റെ ദൈവം പറയാൻ പോവുകയാണ്, ഐ ആം യുവർ ഗോഡ്. ചിലരുടെ ലിവിംഗ് റൂമിലൂടെ നടന്ന് അപ്പ പറയാൻ പോവുകയാണ്, ഐ ആം യുവർ ഗോഡ്. ചിലരുടെ വാഷ്റൂമിൽ കരയുന്ന വേദനയുടെ മുമ്പിൽ അരികിൽ വന്നിട്ട് പറയാൻ പോവുകയാണ്, ഐ ആം യുവർ ഗോഡ്. ഞാൻ നിന്റെ ദൈവമാണ്. ഈ ദൈവമാണെന്ന് പറയുന്നതിനകത്തുണ്ടല്ലോ, നിന്നോട് ശാരീരികമായി വെല്ലുവിളിച്ച ശത്രുവിന് ഉള്ള പ്രഹരമുണ്ട് കേട്ടോ. ഈ ദൈവമാണെന്ന് പറയുന്നതിനകത്ത് നിന്റെ ആത്മീയത്തോട് വെല്ലുവിളിച്ച ശത്രുവിനുള്ള പ്രഹരമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ നിന്റെ ദൈവമാണെന്ന് പറയുന്നതിനകത്ത് നിന്റെ തല കുനിക്കാൻ വേണ്ടി അവൻ ഉയർത്തിക്കൊണ്ടുവന്ന ശത്രു കൊണ്ടുവന്ന തന്ത്രങ്ങൾക്കുള്ള നല്ല അടിയുണ്ട്. ഇന്ന് പകൽ ഞാൻ ആരോട് പറയുകയാണ്, നിന്റെ പിതാവ് നിന്റെ ദൈവമായി നിന്റെ അകത്ത് വസിച്ച് മഹിമ കണ്ടു ഞാൻ യേശുവിൽ മധുരമായി യേശുവിൽ സ്നേഹമറിഞ്ഞു ഞാൻ. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് യേശുവിൽ യേശു യേശു ഇന്ന് പകൽ ആലയത്തിന്റെ അകത്തേക്ക് യേശുപ്പ പറയാ, ഞാൻ വന്ന് വസിക്കാൻ പോവുകയാണ്. യേശുപ്പ പറയാ, ഞാൻ വന്ന് നടക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആലയം, പൗലോസിന്റെ വാക്ക് ഞാൻ കടമെടുക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മുടെ അകത്തൂടെ നടക്കുന്ന ഒരുവൻ, നമ്മുടെ അകത്ത് വസിക്കുന്ന ഒരുവൻ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് നിന്റെ വേദനയിൽ നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവൻ, നിന്റെ ദുഃഖത്തിൽ ആ മഹിമ മാത്രമാശ്രയം എന്റെ രക്ഷകരെ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം എന്റെ രക്ഷകരെ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം എന്റെ രക്ഷകരെ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ നിന്റെ വീടിനകത്ത് യേശുവുണ്ട്, ഇന്നും നിന്റെ ഭാവിയിൽ യേശുവുണ്ട്. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നവൻ, കടന്നു പോകാത്തോ യേശു മാത്രം. കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു. ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടു.
നിങ്ങളുടെ കണ്ണുനീർ അവൻ മറികടന്നു പോകത്തില്ല. ചേർന്ന് പറഞ്ഞോട്ടെ, യേശു എന്റെ എല്ലാം എല്ലാമാണ്. വിശ്വാസത്തോടെ പറയാം, എന്റെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമാണ് യേശു. യേശു എന്റെ എല്ലാം എല്ലാമാണ്. സഭ ഒരുമിച്ച് പാടിയോട്ടെ, യേശു എനിക്ക് എല്ലാം എല്ലാമാണ്. യേശു എനിക്ക് എല്ലാം. കുഞ്ഞുങ്ങളെ ചേർന്ന് പാടിയോട്ടെ, യേശു എനിക്ക് എല്ലാം എല്ലാമാണ്. എന്റെ കണ്ണുനീർ കാണുന്നത് അക്കരങ്ങൾ ചേർത്തടിച്ചിട്ട് പറ, എന്റെ കൂടെ ഈടേക്ക് ഇറങ്ങി വന്ന് എന്റെ ലൈഫിനെ ഉള്ളതുപോലെ അറിയുന്ന എന്റെ യേശു എനിക്ക് എല്ലാം എല്ലാമാണ്. യേശു എനിക്ക് എല്ലാം എല്ലാമാണ്. ദൈവത്തിന്റെ ആലയമായ നമ്മുടെ അകത്ത് വസിച്ച് നമ്മുടെ ഇടയ്ക്കൂടെ നടക്കുന്ന ആ കഥാപ്പച്ച ഇന്ന് പകലൊരു ഉറപ്പ് പറയാണ്, ഞാൻ നിന്റെ ദൈവമായിരിക്കും, ഞാൻ നിന്റെ ദൈവമായിരിക്കും, ഞാൻ നിന്റെ ദൈവമായിരിക്കും. ഹല്ലേലൂയ. ദൈവത്വത്തിന്റെ മുഴുവൻ അനുഭവവും നമ്മുടെ അകത്തു നിന്ന് ആത്മാവിൽ ദൈവം വെളിയിലെടുക്കാൻ പോവുകയാണ്. അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന മക്കൾ സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയായിച്ചാൻ ഇപ്പം മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ദൈവസഭ ആശീർവാദത്തോടെ പിരിയുമെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ അടയട്ടെ. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. കടന്നു വന്ന നിമിഷം മുതൽ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ.
യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലെന്ന് കേൾപ്പാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ ഇടയിലൂടെ നടക്കുന്ന ഈ ഒരു കർത്താവിനെ ഇന്ന് തുറന്ന് കാട്ടിയപ്പോൾ ആ കർത്താവ് എൻ്റെ അരികിലുമുണ്ട് എന്ന് പറയുവാൻ, അവൻ്റെ കരം പിടിച്ചാണ് ഞാൻ നടക്കുന്നത് എന്ന് പറയുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്താദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല ദിവസത്തിനായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. അടിയങ്ങളങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്ന നിമിഷം മുതൽ ഈ സമയം വരെയും ഉള്ളം കരങ്ങളിൽ സൂക്ഷിച്ചതോർത്ത് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ കൃപ ഇറങ്ങി വന്നതോർത്ത് അടിയങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. പാടുവാനും ആരാധിപ്പാനും ജനത്തെ നീ ബലപ്പെടുത്തിയല്ലോ കർത്താവേ. നല്ല ആലോചനകളെ കർത്താവ് ഒരുക്കി തന്നല്ലോ കർത്താവേ. അങ്ങയോട് പറ്റിച്ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത കർത്താവേ ഇന്ന് തിരുവചനത്തിലൂടെ നീ അടിയങ്ങൾക്ക് തന്നതോർത്ത് അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതിനായി അവിടുത്തെ ദാസന്മാരെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചതിനായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അടിയങ്ങളുടെ പൈതങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അവരും കർത്താവേ സാക്ഷ്യത്തിലൂടെ ആമേൻ തിരുവചനങ്ങളിലൊക്കെയും കർത്താവേ ആമേൻ ഹാലല് പറയുവാൻ, വാക്യങ്ങൾ ചൊല്ലുവാനൊക്കെയും കർത്താവ് കൃപ നൽകല്ലോ കർത്താവേ. നിന്റെ മക്കളുടെ ഭാവിയെ അവിടുന്ന് ധന്യമാക്കണമേ. ഹല്ലേലൂയ കർത്താവേ. എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നുവെന്ന് പൈതങ്ങളും പറയുവാൻ തക്കവണ്ണം കർത്താവേ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുറവുകളെ അറിഞ്ഞു കർത്താവേ അതവിടുന്ന് നികത്തി കൊടുക്കണമേ. ജ്ഞാനം പകർന്നു കൊടുക്കണമേ. വിവേകം പകർന്നു കൊടുക്കണമേ കർത്താവേ. മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവേ ഹല്ലേലൂയ ഒരു മാനമായി നിൽക്കുവാൻ ഹല്ലേലൂയ അവരെ നോക്കി പടി എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരവസ്ഥയിലേക്ക് പൈതങ്ങളെ അവിടുന്ന് കൂട്ടി വരുത്തുമാറാക്കണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. നിന്റെ മക്കളെ എല്ലാം കർത്താവ് കൂട്ടി വരുത്തിയല്ലോ. എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ അവിടുന്ന് സൂക്ഷിക്കുന്നതോ അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കടന്നു വരുവാൻ സാധിക്കാതെ പോയവരുണ്ട്. അവരുടെ അവസ്ഥ അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവരെയും ഏൽപ്പിക്കുന്നു. അടിയങ്ങൾ അനുഭവിച്ച എല്ലാ സന്തോഷവും എല്ലാ ആത്മീയ അനുഭവങ്ങളും നിന്റെ മക്കൾക്ക് നൽകി കർത്താവേ നിന്റെ മക്കളെയും അവിടുന്ന് പരിപാലിക്കുമാറാകണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെ ഓർത്തടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അവിടുത്തെ കരുത്തിൻ്റെ സ്പർശനം അനുഭവിപ്പാൻ, അത് അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ സ്വർഗമേ നീ സഹായിക്കണം. വരും ദിവസങ്ങൾ അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ കർത്താവെ നീ സഹായിക്കുമാറാക്കണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ നന്മയ്ക്കായും അങ്ങയെ സ്തുതിക്കുന്നു. അടിയങ്ങൾ ഇന്ന് ഇപ്പോൾ പിരിയുന്നല്ലോ, പിരിയാബന്ധമായി കൂടെ ഇരിക്കണം. പിന്നെ ഈ ഒരുമിച്ച് ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുന്നവരെയും എവിടെയായി ശക്കീനയുടെ മറവിൽ നിർത്തണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വം അവിടത്തേക്ക് തരുന്നു. യേശുവിനതി മഹത്വമുള്ള നാമത്തിൽ തന്നെ.